സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ ആയിരിക്കുക. എന്നെ ഇവിടെ നിർത്തുവാൻ, ഇവിടെ ആയിരിക്കുവാൻ ഞാൻ അനുവദിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഒത്തിരിയേറെ ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ നടുവിന് ഒത്തിരി പ്രശ്നമുണ്ട്. ബെൽറ്റ് കെട്ടിയാൻ ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിൽക്കുക. എൻ്റെ ഇടതുകാലിൽ വിരലുകളൊഴിച്ച് ബാക്കി 4 വിരലുകളും പാദവും ഈ സൈഡൊക്കെ മരവിച്ചാണ് ഇരിക്കുക. അതുപോലെ വലത് കാലിനും ബുദ്ധിമുട്ടുണ്ട്. 3/4 മണിക്കൂർ നേരം നിങ്ങളുടെ മുന്നിൽ ഞാൻ ആയിരിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുക. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുമെൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യേശു നമ്മളോട് പറയുക, നമുക്ക് ഈ ലോകത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതങ്ങളൊക്കെ ഉണ്ടായിരിക്കും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കുവാനാണ്. ലോകത്തെ കീഴടക്കുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുക. യെശയ്യാ പ്രവാചന പുസ്തകം 30-ാം അധ്യായം 20-21 വാക്യം നമ്മളിങ്ങനെ വായിക്കുക. കർത്താവ് നിനക്ക് കഷ്ടതയപ്പവും കേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കഷ്ടപ്പാടിൽ, എൻ്റെ ബുദ്ധിമുട്ടുകളിൽ എന്നെ കൈപിടിച്ച് നടത്തിയ എൻ്റെ ദൈവം, എൻ്റെ കൂടെ ആയിരുന്ന എൻ്റെ ദൈവം, എന്നെ കണ്ട എൻ്റെ ദൈവം, ഞാൻ വിളിച്ചപ്പോൾ വിളി കേട്ട എൻ്റെ ദൈവം, ആ ദൈവത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. 12 അംഗമുള്ള ഒരു കുടുംബത്തിൽ, വലിയൊരു കുടുംബത്തിൽ 10ാമനായിട്ട് ജനിച്ചവനാണ് ഞാൻ. ഒത്തിരി സ്നേഹം കെട്ടി വളർന്നതാണ് ഞാൻ. ചെറുപ്പകാര്യത്തെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. പ്രാർത്ഥനാ ജീവിതത്തിൽ വളർന്ന വ്യക്തിയാണ് ഞാൻ. 1978 പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് യൂണിറ്റിൽ SI ആയിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. 1980 ഞങ്ങളുടെ വിവാഹം. പ്രോവിഡൻസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് 1977 കരിസ്മാറ്റിക് ധ്യാനം കൂടിയ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഭാര്യ. അതുകൊണ്ട് ആ വിവാഹ രാത്രിയിൽ തന്നെ പ്രാർത്ഥിച്ച് ജീവിതം ആരംഭിച്ചു എന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുക. എന്തൊക്കെ പ്രാർത്ഥനകൾ വീട്ടിൽ പ്രാർത്ഥിച്ചാലും കിടക്കുന്നതിന് മുമ്പ് ആ ബെഡ്റൂമിൽ കയറി ഒരു സ്വഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ വരെ ഒരു തീർത്ഥം ചൊല്ലിച്ച് മാത്രമേ ഞാൻ കിടന്നുറങ്ങാറുള്ളൂ. അതുപോലെ ജീവിതത്തിൽ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും കുടുംബജീവിതത്തിൽ. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-27 വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുക. കോപിക്കാം, നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. കോപിക്കുന്നത് കുഴപ്പമില്ല ഭാര്യ ഭർത്താക്കന്മാർ, പിണങ്ങുന്നത് കുഴപ്പമില്ല, വഴക്ക് കൂടുന്നത് കുഴപ്പമില്ല, ഞാൻ പറയും. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ പിണങ്ങി കിടന്നുറങ്ങരുത്. കിടന്നുറങ്ങിയാൽ മറ്റേ വ്യക്തി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആർക്ക് പറയാൻ സാധിക്കും? ഈ നവീകരണത്തിലൊക്കെ വന്ന ശേഷം ഞാൻ 91 സങ്കീർത്തനങ്ങൾ കൂടി തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ കിടക്കുക. പരസ്പരം തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കും. ഒരു സഹോദരനോട് പങ്കുവെച്ചത് എങ്ങനെയാണ്, ഞാനൊന്ന് കണ്ണു തുറന്ന് നോക്കിയിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയും കൊച്ചൊന്ന് ജീവിച്ചിരിക്കുമായിരുന്നു. ഒരു വഴക്കൂടി കിടന്നുറങ്ങിയതാണ്. രാത്രി ഭാര്യ കാലം വന്ന് കെട്ടിപ്പിടിച്ചു 2 മണി സമയത്ത്. അവൻ പറയാം, ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു, കണ്ണു തുറന്ന് നോക്കിയില്ല. രാവിലെ നോക്കുമ്പോൾ അവൻ്റെ ഭാര്യയും കൊച്ചും കിണറ്റിലാണ് കിടക്കുന്നത്. എൻ്റെ സഹോദരൻ, അങ്ങനെയൊന്നും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾ ഒരു കാരണവശാലും പിണങ്ങി കിടന്നുറങ്ങരുത്. എനിക്ക് ഭാര്യ, എന്നെ ശ്രമിക്കുന്ന എൻ്റെ ദമ്പതികളോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരൊറ്റ വാക്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഒരു കാരണവശാലും പിണങ്ങി കിടന്നുറങ്ങരുത്. പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. നിങ്ങളുടെ ജീവിതം വലിയ അനുഭവമായിരിക്കും, അനുഗ്രഹമായിരിക്കും. സഹോദരങ്ങളെ, ഞാൻ ധ്യാനം കൂടുന്നത് 94-ലാണ്. പ്രത്യേക ആവശ്യങ്ങൾ കൊണ്ട്, പ്രത്യേക ഒരു മാറ്റത്തിന് വേണ്ടി ഒന്നുമല്ല ഞാൻ ധ്യാനം കൂടുക. എൻ്റെ സഹോദരനും എൻ്റെ സഹോദരന്മാരൊക്കെ ധ്യാനം കൂടിയപ്പോൾ അവർ പറഞ്ഞു, നീ ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിന് വലിയ അനുഭവമായിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല, ദുശീലങ്ങളൊന്നുമില്ല, അത്യാവശ്യം പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല, വിശ്വാസത്തോടെ ജീവിക്കും, ഞായറാഴ്ചകളൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്, പിന്നെ ഞാൻ ധ്യാനം കൊണ്ടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ 94 ഈ തിരക്കുകൾ, ഞാൻ DYSP ആയിട്ട് വർക്ക് ചെയ്യുക, ഈ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ഒരു 5 ദിവസം സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ധ്യാനം കൂടാൻ പോവുക. ധ്യാനത്തിൽ വലിയൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ആ ധ്യാനം കൂടിയപ്പോൾ
വിശുദ്ധ കുർബാനയെ പറ്റിയൊക്കെ ആഴമായിട്ടുള്ള ബോധ്യം ദൈവം അനുഗ്രഹിച്ചു. വചനത്തെ പറ്റിയൊക്കെ ഒത്തിരി ഉൾക്കാഴ്ചകൾ ദൈവം തന്നു. ആ ധ്യാനം കൂടി വന്ന ശേഷം എൻ്റെ വീട്ടിൽ തന്നെ പ്രാർത്ഥന സിസ്റ്റം തന്നെ മാറ്റി പ്രാർത്ഥന സജീവമായ പ്രാർത്ഥന. അതുപോലെ മക്കൾക്ക് ഒക്കെ ആയാലും വചനം പറഞ്ഞു കൊടുത്തു. സ്വന്തമായിട്ട് ഓരോ ബൈബിളെല്ലാം മക്കൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് വചനം വായിച്ച് പഠിപ്പിച്ചു. എൻ്റെ 3 വയസ്സുള്ള മകന് എന്നൊക്കെ ഒത്തിരി വചനം കാണാപ്പാടം പഠിച്ചു. എൻ്റെ മകൻ എൻ്റെ ഇഷ്ടമുള്ളൊരു വചനമായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ യെശയ്യാ 30, 20, 21 വചനം. അതുകൊണ്ട് 91 സങ്കീർത്തനമൊക്കെ അവരെ കാണാപ്പാടം പഠിച്ചു. എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ 91 സങ്കീർത്തനം ചൊല്ലിയിട്ട് അവർ പിന്നെ പുറത്ത് പോവുക. കിടക്കുന്നതിന് മുമ്പ് 94 സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ച് കിടക്കും. ഒത്തിരി അനുഭവങ്ങളാണ് ജീവിതത്തിനെ പറ്റി ഒത്തിരി ബോധ്യങ്ങൾ തന്നു ദൈവം എനിക്ക് അനുഗ്രഹിച്ചു എന്നെ. ഞാൻ പറയും ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടിയ ശേഷം നവീകരണത്തിൽ വന്ന ശേഷം എൻ്റെ അടുത്ത് വരുന്ന വ്യക്തികളോട് പെരുമാറ്റത്തിൽ തന്നെ എനിക്ക് വ്യത്യാസം വന്നു. എന്ത് ജോലി ചെയ്യണമെന്ന് ദൈവ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന ബോധ്യം ദൈവം ഒന്ന് അനുഗ്രഹിച്ചു എന്നെ. ഒത്തിരി വ്യക്തികളോട് ഞാൻ ഈ വചനം പറയും എൻ്റെ അടുത്ത് വരുന്ന വ്യക്തികളോട്. അതുപോലെ അങ്ങനെ സജീവമായിട്ട് ജീവിക്കുന്ന കാലം, അങ്ങനെ വചനത്തിൽ ജീവിക്കുന്ന കാലം, പ്രാർത്ഥിച്ച് ജീവിക്കുന്ന കാലത്തിൽ ഞാൻ പറയും 96 എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് ഞാൻ പറയും സംഭവിച്ചത്. 96 കാലത്തിൽ ഞാൻ DYSP ആയിട്ട് IG ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്, നോർത്ത് സോൺ IG ഓഫീസിൽ. ഒരു 11 മണി സമയത്ത് ഒരു സഹോദരൻ എൻ്റെ പിന്നെ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്ന് ഭയങ്കര ഒച്ച തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് അവലിലായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ആ തെറി പറയുന്ന സഹോദരനെ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ അവിടെ ആക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ആ സഹോദരൻ എന്ത് ചെയ്തു? അവർ പറഞ്ഞു സാറേ ഞങ്ങൾ ആ സഹോദരനെ പിടിച്ചപ്പോൾ റോഡിൽ കൊടുത്തുകൊണ്ട് വിട്ടു. ഇവിടെയുള്ള ഒരു പോലീസുകാരൻ്റെ അച്ഛനാണ് അയാളെ എങ്ങനെ പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക. സ്വന്തം മകനെ കൊല്ലാൻ വേണ്ടി കത്തിയായിട്ട് വന്ന സഹോദരൻ മദ്യപിച്ചിട്ട് തെറി പറയുന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പോലീസുകാരൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു നിൻ്റെ അച്ഛൻ എന്താ ഇവിടെ വന്ന് തെറി പറയുന്നത്? അവനോട് പറഞ്ഞു സാറേ എൻ്റെ അച്ഛൻ കുടിച്ചാലും കാണാ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിൻ്റെ അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് പോയി സാറേ, 4-5 കൊല്ലം അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് പോയി. ഞാൻ ചോദിച്ചു നിൻ്റെ അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ നല്ലൊരു ജോലിയുണ്ട്, അമ്മയ്ക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു ഓഫീസിൽ ജൂനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യാം. സാമ്പത്തികം ചോദിച്ചപ്പോൾ അച്ഛനൊന്ന് ബിസിനസ്സാണ്, സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ചോദിച്ചു നീ അച്ഛനായിട്ട് എങ്ങനെയാണ്? കുഴപ്പമില്ല എന്ന് അവൻ പറഞ്ഞു. ആദ്യം അതിൻ്റെ അവസാനം അവൻ പറയുക ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഞാൻ എൻ്റെ അച്ഛനെയാണ്. ഞാൻ പെട്ടെന്ന് ഷണ്ടായിപ്പോയി. ഇത്രയും വലിയ വെറുക്കല്ലോ ഒരു മനുഷ്യൻ സ്വന്തം അച്ഛനെ. ഞാൻ പറഞ്ഞു നീ ഈ വലിപ്പത്തിൽ ഭൂമിയിലേക്ക് അവതരിച്ചതൊന്നും അല്ലല്ലോ, നിന്നെ നിലയിലാക്കുവാൻ നിൻ്റെ മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് നിനക്കറിയാമോ? അവൻ പറഞ്ഞു സാറേ SLC ഒക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അച്ഛന് ജോലി സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, അമ്മയ്ക്ക് ജോലിയുണ്ട്. പക്ഷേ എൻ്റെ പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കി ഞാൻ കാറ് കഴുകിയിട്ടാണ്. മാത്രമല്ല ഒരു 6 മാസം മുമ്പ് എൻ്റെ ജ്യേഷ്ഠൻ ആക്സിഡൻ്റായിട്ട് മരിച്ചപ്പോൾ ഇവ കുറച്ച് നേരത്തെ മരിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഇന്ന് കള്ളു കുടിച്ച് സന്തോഷിച്ചവനാണ്. ഞാൻ പറഞ്ഞു മദ്യപിക്കുന്നവർ സങ്കടം വരുമ്പോൾ കള്ളു കുടിക്കും, സന്തോഷം വരുമ്പോൾ കള്ളു കുടിക്കും, വെറുതെ ഇരുന്ന് ബോറടിപ്പം കള്ളു കുടിക്കും. അവന് കാരണമൊന്നും വേണ്ട, എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഒരു കള്ളു കുടിക്കും. ഞാൻ ചോദിച്ചു നിൻ്റെ അച്ഛൻ നന്നാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. നീ ഒരു ഈശ്വര വിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥന പറഞ്ഞു തരാം. നീ ഒരു 5 മിനിറ്റ് നേരം ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം ചെല്ലണം. ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിനക്ക് പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഉപവസിച്ചിട്ട് അത് ആർക്കെങ്കിലും സാധുക്കൾ ധ്യാനം ചെയ്യുക. നിൻ്റെ അമ്മയോടും ഇങ്ങനെ പറയുക. ഞാൻ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന ഇങ്ങനെയാണ്. അവൻ വെറുക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ദൈവമേ എൻ്റെ അച്ഛനെ ഞാൻ സ്നേഹിക്കുന്നു, ദൈവമേ എൻ്റെ അച്ഛൻ്റെ മേൽ കരുണയുണ്ടാകണേ. 5 മിനിറ്റ് നേരം വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. വൈകുന്നേരം ഇതുപോലെ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു നീ ഒരു 10 ദിവസം പ്രാർത്ഥിക്ക്, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ പോയി. ഒരു 5-8 ദിവസം കഴിഞ്ഞപ്പോൾ വന്നു എൻ്റെ അടുത്ത്. ഞാൻ ചോദിച്ചു നീ പ്രാർത്ഥിച്ചോ? അപ്പോൾ അവൻ പറയാം 3 ദിവസം പ്രാർത്ഥിച്ചു എന്ന്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി നിനക്ക്? എൻ്റെ അച്ഛൻ എന്നെ കോട്ടേഴ്സിൽ വന്ന് തെറി പറഞ്ഞു എന്ന്. നീ കണ്ടോ? ഇല്ല, നിൻ്റെ അച്ഛൻ കോട്ടേഴ്സിൽ വന്ന് തെറി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഇരുന്ന് നിൻ്റെ അച്ഛനെ നിനക്ക് സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നിൻ്റെ അച്ഛൻ നിന്നെ സ്നേഹിച്ചാലേ അത്ഭുതമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അവനോട്. അവൻ പൊട്ടിക്കരഞ്ഞു. നമുക്കൊരു മനുഷ്യനെ വെറുതെ ഇരുന്ന് സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ആ മനുഷ്യൻ നമ്മളെ സ്നേഹിക്കണമെന്ന് പറയാൻ എന്ത് അവകാശമാണ് നമുക്കുള്ളത്? ഒരവകാശവുമില്ല. അതുപോലെ അവൻ പറഞ്ഞു സാറേ ഇനി ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദരങ്ങളെ അവൻ പോയി പ്രാർത്ഥിച്ചു. 10 ദിവസം പോലും ആയില്ല. അവൻ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് സാറേ എൻ്റെ പിണങ്ങിപ്പോയ അമ്മ തിരിച്ചു വന്നു. അച്ഛൻ്റെ ബർത്ത്ഡേ വന്ന് 1 പവൻ്റെ മോതിരം അമ്മ അച്ഛന് വാങ്ങിക്കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങൾ എന്താ അവിടെ സംഭവിച്ചത്? വെറുതെ ഇരുന്ന് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്നേഹം തന്നെയായ ദൈവം സ്നേഹമായിട്ട് ആ സഹോദര ഹൃദയത്തിൽ വസിച്ചപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അവർ ആ ഭർത്താവിനെ അവർക്ക് സ്വീകരിക്കുവാനുള്ള കൃപ ദൈവം കൊടുത്തു. ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കണമെന്ന് ദൈവം കൊടുക്കണം ആ കൃപ. മദ്യപാനം മാറ്റിയിട്ടല്ല സഹോദരി ഈ ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നത്.
അതോടെ ചുരുക്കം പറഞ്ഞാൽ ആ സഹോദരന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാനുള്ള അവസരം ദൈവം കൊടുത്തു. രണ്ട് ധ്യാനം കണ്ടിന്യൂസ് ആയിട്ട് ആ സഹോദരൻ കൂടി. മദ്യപാനം വളരെ സന്തോഷത്തോടെ ഇന്നും ആ കുടുംബം ജീവിക്കുക. 1.5 കൊല്ലങ്ങൾക്ക് ശേഷം ഈ പോലീസുകാരൻ്റെ അനിയൻ്റെ വിവാഹത്തിനാണ് ഞാൻ ആദ്യമായിട്ട് ചെല്ലുക. ആദ്യമായിട്ട് ഞാൻ ആ സഹോദരനെ കാണുന്നത് അപ്പോഴാണ്. അപ്പോൾ എന്നെ ആ സഹോദരൻ കൂട്ടിക്കൊണ്ട് പോയി റൂമൊക്കെ അവർക്ക് പൂജാമുറിക്കുള്ള ആൾ ഒരു റൂമിൽ യേശുവിൻ്റെ ഫോട്ടോ അങ്ങനെ വെച്ചിരിക്കുക. എന്നിട്ട് എന്നെ സഹോദരൻ പറഞ്ഞു, സാറേ എന്നെ രക്ഷിച്ച ദൈവമാണിത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ ശേഷം 2001 ഞാൻ സജീവമായിട്ട് ഇങ്ങനെ അതിനെ പ്രഘോഷിച്ചൊക്കെ നടക്കുന്ന സമയമാണ്. കിട്ടുന്ന സമയങ്ങളിലൊക്കെ 2001 ബഥാനിയയിൽ ഒരു കുടുംബ നവീകരണ കാലത്ത് കുടുംബജീവിതത്തെ പറ്റി ക്ലാസ് എടുക്കണമെന്ന് കുര്യനച്ഛനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് അത്രമാത്രം ഞാൻ ആയിട്ടൊന്നുമില്ല, ഒരു കുടുംബജീവിതത്തെ പറ്റിയ ക്ലാസ് എടുക്കാൻ മാത്രമേ ഞാൻ വളർന്നിട്ടൊന്നുമില്ല. അപ്പോൾ അച്ഛൻ എനിക്ക് എൻ്റെ പേരൊന്നും വെക്കണ്ട. ഞാനന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ SP ആയിട്ട് ജോലി ചെയ്യുക. എൻ്റെ സഹോദരങ്ങളെ ഫെബ്രുവരി 8 അവിടെ വചനം പ്രവേശിക്കേണ്ട ഞാൻ ഫെബ്രുവരി 4 കിടപ്പിലായിട്ട് പിന്നെ 4 മാസം കഴിഞ്ഞിട്ടാണ് എണീറ്റത്. എന്നെ ദൈവം വചനം എന്നെ കുടുംബജീവിതത്തെ പറ്റി ദൈവം പഠിപ്പിക്കുകയായിരുന്നു. കാര്യമായിട്ട് ഒരു ആക്സിഡൻറ്റ് പറ്റി നട്ടലിന് കാര്യമായ ക്ഷതം പറ്റി. ട്രിവാൻഡ്രത്ത് പറ്റി എന്നെ കോഴിക്കോട് കൊണ്ടുവന്നു. കട്ടിലേക്ക് കിടത്തിയിരിക്കുക. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും പറ്റില്ല. ഡോക്ടർ വന്ന് നോക്കി, ഡോക്ടറാണ്, മെഡിക്കൽ കോളേജിൽ ഓർത്തോയുടെ പ്രൊഫസറായിരുന്നു അദ്ദേഹം വന്ന് നോക്കി പറഞ്ഞു, കാര്യമായിട്ട് തരാറുണ്ട്, ഓപ്പറേഷൻ. എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ നടക്കില്ല, അല്ലെങ്കിൽ കാല് തളർന്നു പോകുമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ അവിടെ കിടക്കാൻ ഞാൻ പറയാം, ഓപ്പറേഷൻ ചെയ്താൽ പല പ്രശ്നങ്ങളുണ്ട്. അതോടെ ആ 4 മാസം കിടന്ന കാലത്തിൽ ഞാൻ ഒത്തിരി ഈ കുടുംബ ജീവിതത്തിൽ പഠിക്കും. എൻ്റെ ഭാര്യ അന്ന് ടീച്ചറായിരുന്നു. അവർ ലീവ് എടുത്തിട്ട് ഞാൻ കിടക്കുന്ന കട്ടിൽ താഴെ പാവിരിച്ച് കിടക്കുക. ഞാനൊന്ന് അനങ്ങിയാൽ മതി, എൻ്റെ ഭാര്യ അറിയും. കുടുംബജീവിതത്തെ പറ്റി ത്യാഗം ചെയ്യുമ്പോൾ ആ സ്നേഹം ഉണ്ടാകുക. എന്തെല്ലാം എന്നെ പഠിപ്പിച്ചു. ഭാര്യയും ഭർത്താവുള്ള ബന്ധങ്ങൾ പഠിപ്പിച്ചു. മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒത്തിരി സ്നേഹിതന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരങ്ങളെ, വിവാഹ ദിവസം നമ്മൾ ബൈബിളിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട്. ഒരു സത്യമുണ്ട്. എന്താണത്? ഇന്നു മുതൽ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടുകൂടി ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയായിട്ടൊരു സത്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ അനുഭവമായ നിമിഷങ്ങളായിരുന്നു അത്. എൻ്റെ മക്കളൊക്കെ എനിക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. എൻ്റെ മകൻ 4ാം ക്ലാസ്സിൽ പഠിക്കുക. അവൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കട്ടിലിൻ്റെ ചുവട്ടിൽ മുട്ടയിൽ നിൽക്കുവൻ. കൈവിരിച്ച് പിടിച്ച് അവൻ കൊന്തയില്ലും. അവൻ പറയും, എൻ്റെ പയ്യൻ പ്രാർത്ഥിച്ചേൽപ്പിച്ചു വിടും, എന്നെ അവൻ പ്രാർത്ഥിച്ചേൽപ്പിച്ചു വിട്ടാന്ന് ഞാൻ പറയും. ജീവിതത്തിൽ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹിക്കുമ്പോൾ ദൈവം എന്നെ നിരാശനാകാതെ പ്രത്യാശ നിർത്തിയത് ഏറ്റവും വലിയ സന്തോഷം എനിക്ക്. ഒരിക്കൽ പോലും ഞാൻ നിരാശനായിട്ടില്ല. അതിനൊക്കെ കാരണം എന്നോടൊരു ദൈവം ഉണ്ടായിരുന്നു എന്നാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 8-ാം വാക്യം നമ്മളിങ്ങനെയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. ചേർന്ന് നിൽക്കുന്ന അനുഭവമായിരുന്നു എനിക്ക്. എൻ്റെ ഭാര്യ അവൾ പറയാ, ഈ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ്ണ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം എന്ന്. ഞാൻ കിടന്ന കാലത്തെ ഒരു പ്ലേറ്റ് നിങ്ങൾ ഭക്ഷണം വാരി തരും. അവളെ ഞാൻ മലന്ന് കിടക്കുകയാണ്, എനിക്ക് വാരി ഇങ്ങനെ തരും. ബെഡിൽ കിടന്നുകൊണ്ടാണ് മലബോധ പ്രസവങ്ങൾ. ഒരു ബെഡ് ഫാൻ പോലും വെക്കാൻ കഴിയില്ല. അത്രമാത്രം വേദന സഹിച്ച് കഴിയുമ്പോഴും ഈ വേദനയൊക്കെ എങ്ങനെ അനുഗ്രഹമായി മാറ്റാം എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. സഹിച്ച് വെറുതെ കിടക്കുന്ന സമയത്ത് ആ സഹനങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. സഹോദരങ്ങളെ, അത് 4-5 മാസം കിടന്ന് ഞാൻ അതിനുശേഷം 1 കൊല്ലത്തോളം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നെ എന്നെ അനുഗ്രഹിച്ചു. സജീവമായിട്ട് പിന്നെയും ഞാൻ ഈ സുവിശേഷ വേലകളും അതുപോലെ ജോലിയുമായിട്ട് കടന്നു പോകുന്ന സമയത്താണ് 2005 ഞാൻ പറയും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ അനുഭവം എൻ്റെ മകൻ്റെ മരണം. നവംബർ 4-ാം തീയതി രാവിലെ ഞാനെന്ന പോലീസ് അക്കാഡമിയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുക. രാവിലെ അവൻ നീന്താൻ പോയത് 9 മണി സമയത്ത്. 10 മണിക്ക് ഞാൻ ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ ചെന്ന് ഞാൻ 2 മിനിറ്റ് നേരം പ്രാർത്ഥിച്ചിട്ടാണ്. നവീകരണത്തിൽ വന്ന ശേഷം ഒരു 2 മിനിറ്റ് നേരം പ്രാർത്ഥിക്കും. എൻ്റെ ഓഫീസിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നെ കാണാൻ വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. ഇതിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം ഞാൻ ജോലി പ്രവേശിക്കുക. പോലീസുകാരൻ എൻ്റെ അടുത്ത് വന്നു, സാറിൻ്റെ മോന് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഈസ്റ്റ് മെയിൻപോളിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാനപ്പോൾ വണ്ടിക്കകത്ത് കയറി. എനിക്ക് വേറെ ടെൻഷനൊന്നും തോന്നിയില്ല, ഉത്കണ്ഠയും തോന്നിയില്ല. ഞാൻ വണ്ടിക്കകത്ത് കയറി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ ചെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ദൈവം എന്നോട് വചനത്തിൽ കൂടി സംസാരിച്ചു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം, സ്നേഹിക്കുന്നവർക്ക് ദൈവം ശിക്ഷണം നൽകുന്നു, മക്കളായി സ്നേഹിക്കുന്നവരെ പ്രഹരിക്കുന്നു.
മകനായി സ്വീകരിച്ച് നന്ദി പറയാൻ പറഞ്ഞു ദൈവം എന്നോട്. ഞാൻ ചോദിച്ചു, എന്തിനാ ദൈവം ഞാൻ നന്ദി പറയുന്നത്? കാഷ്വാലിറ്റിയിൽ കയറി ചെന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, നിങ്ങൾ മാക്സിമം നോക്കി. പക്ഷേ ഞാൻ നോക്കുന്നു എന്നാണ് കേട്ടത്. ഞാൻ മകൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. എല്ലാവരും പറഞ്ഞു എനിക്ക് ഇഞ്ചക്ഷൻ അടിക്കണം, അവിടെ മരുന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ മരുന്നൊന്നും തരണ്ട, നിങ്ങൾ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ജൂബിലി മിഷനിലെ ഹോസ്പിറ്റലിൽ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ നെടുപുഴ ധ്യാന സെൻറ്ററിലെ ഡയറക്ടർ ആയ ഡാവിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അന്ന് ആ കാലഘട്ടത്തിലൊക്കെ വിശ്വാസത്തെ പറ്റി ഒത്തിരി പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ വിശ്വാസം നഷ്ടപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ സഹോദരൻ അവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ഭാര്യ, ഞാൻ ഭാര്യയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു മകൻ മരിച്ച കാര്യം. അപ്പോൾ ഭാര്യ എന്നോട് ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ധൈര്യമായിരിക്കെ ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ നമ്മുടെ ജീവിത പങ്കാളിയല്ലാതെ വേറെ ആർക്കും സാധിക്കുകയില്ല. എന്നെയൊക്കെ താങ്ങി നിർത്തിയത് എൻ്റെ ഭാര്യ. ഞാൻ പറയും വേറെ ഒന്നും അവൾ ചോദിച്ചില്ല, മരിച്ചത് എങ്ങനെയാണെന്നും കൂടി അവൾ ചോദിച്ചില്ല. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് അവൾ എന്നോട് ആദ്യം പറഞ്ഞത്. വരുന്ന സമയത്ത് 2-ാം തീയതി എൻ്റെ കൂട്ടത്തിൽ പോകുന്ന സമയത്ത് ജീപ്പിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി തിരിച്ചു പോയിട്ട് അവൾക്ക് ഉമ്മ കൊടുത്തു പോകുന്ന മോനാണ്. ആ മകനെയാണ് ഞാൻ ബോഡിയായിട്ട് കൊണ്ടുചെല്ലേണ്ടത്. സഹോദരങ്ങളെ, ദൈവം എന്നെ താങ്ങി നിർത്തിയായിരുന്നു. ഞാൻ പറയും അന്ന് ഞാൻ അത്രയേറെ വിശ്വാസത്തിലല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വിശ്വാസം ഉപേക്ഷിച്ച് ഞാൻ പോകുമായിരുന്നു. കുറച്ച് പ്രാർത്ഥിച്ച് നടക്കുന്ന സമയത്ത്, ഒത്തിരി പേര് വിശ്വാസത്തെ പറ്റി പറയുന്ന സമയത്ത്, ഈ സഹനങ്ങളൊക്കെ ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണെന്ന് പറയുന്ന സമയത്ത് ദൈവം ഇത്രമാത്രം ഒരു വേദന തരുമ്പോൾ ഞാൻ വിശ്വാസത്തിലല്ലായിരുന്നു, എൻ്റെ ഭാര്യ എന്നെ ശക്തിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ വിശ്വാസം തന്നെ ഉപേക്ഷിച്ച് പോകുമായിരുന്നു. പല വ്യക്തികളും എൻ്റെ കൊളീഗ്സൊക്കെ പറഞ്ഞു റോക്കിയുടെ മകൻ മരിച്ചെങ്കിൽ ദൈവം എന്നൊരാളില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ അവർ കാണുന്നതാണ്, ഓഫീസിലും പ്രാർത്ഥിക്കുന്ന കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാം, ഇല്ലെന്ന് വിശ്വസിക്കാം. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത് ആ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യം ഇങ്ങനെ കാണുക, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നുള്ള ബോധ്യം ദൈവം തന്നെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ പറഞ്ഞു മരിച്ചവരോർത്ത് നിരാശരായിട്ട് പ്രത്യാശയില്ലാതെ ഉള്ളവരല്ല ഞങ്ങൾ. മരിച്ചവർ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. എൻ്റെ മകൻ മരിച്ചിട്ടില്ല, എൻ്റെ മകൻ ഇന്നും ജീവിക്കുകയാണവൻ. അവൻ 14 വയസ്സിലവൻ ജീവിക്കുന്നു. നിങ്ങളായിട്ട് അവനെ കൊല്ലണ്ട. സഹോദരൻ, എൻ്റെ ഭാര്യ മകന് തൃശ്ശൂരിൽ നിന്നാണ് മരിച്ചത്. നീന്തുന്ന സമയത്ത് തലച്ചോറിൽ പ്രഷർ കൂടിയിട്ട് വെയിൻ പൊട്ടി മരിക്കുക ചെയ്തത്. രാത്രി 9 മണിക്ക് ഞാൻ കോഴിക്കോട് താമസിക്കുന്നത്. ഭാര്യ എൻ്റെ മോൻ്റെ ബോഡി കൊണ്ടുവരുന്നത് രാത്രി 9 മണിക്കാണ്. എൻ്റെ ഭാര്യ അതുവരെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു എന്നാണ് അവൾ പറഞ്ഞത്. പുരുഷൻ്റെ ചുവട്ടിൽ മാതാവിൻ്റെ മടിയിൽ യേശുവിനെ കണ്ടു എന്നാണ് അവൾ പറഞ്ഞത്. അതിനു മുമ്പ് അവൾ എന്നോട് പറഞ്ഞു, ആദ്യം അവിടെ നിന്ന് മരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സന്ദേശം തന്നിട്ടുണ്ട്, പിന്നെ ലാസറിനെ ഉയർപ്പിച്ച സന്ദേശമാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അവനെ ദൈവം ഉയർപ്പിക്കുമെന്ന് പറഞ്ഞു. സിസ്റ്റേഴ്സിനോടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചില്ല. നന്ദി പറയാൻ പറഞ്ഞിട്ട് എൻ്റെ മകനെ തിരിച്ചു ഓടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് എനിക്ക് ആദ്യം തോന്നുന്നത്. പിന്നെ എൻ്റെ വിശ്വാസക്കുറവാണോ എന്നും എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഞാൻ അവളോട് ആ കാര്യം ഞാൻ പ്രാർത്ഥിച്ചില്ല എന്നുള്ള പറഞ്ഞ കാര്യം ഞാൻ 1 കൊല്ലം ശേഷം അവളോട് പറഞ്ഞത്. എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ധ്യാനം ഇവിടെ ഉണ്ട്, പോലീസ് നമ്മുടെ കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. അവൾ പറഞ്ഞു മാതാവ് മടിയിൽ യേശുവിനെ കിടക്കുന്നത് കണ്ടിട്ടാണ് അവൾക്ക് ഒന്തയിലാണ് ധൈര്യം ദൈവം കൊടുത്തതെന്ന്. നമ്മളൊന്ന് നോക്കിക്കുക, മാതാവല്ലാതെ വേറെ ആരാ നമ്മളെ ആശ്വസിപ്പിക്കുക? യേശുവിൻ്റെ ജനനം മുതൽ ആ മരണം വരെ കൂടെ ഉണ്ടായിരുന്ന അമ്മയെപ്പറ്റി ധ്യാനിക്കുമ്പോൾ മക്കളെ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ കഴിയുള്ളൂ. ആ ആ ഗാഗുൽത്തായിൽ അമ്മയുടെ മിന്നൽ വെച്ചിട്ട് ആ മകൻ്റെ കയ്യിൽ ആണിയടിച്ച് കയറ്റുക. ആ കുരിശിൽ കിടന്നുകൊണ്ട് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ നിസ്സഹായിട്ട് നോക്കിയിരുന്ന ആ അമ്മയെ പോലെ ആരാ ഇത്ര വേദന ഈ ലോകത്തിൽ അനുഭവിച്ചിട്ടുള്ളത്? വേറെ ആരുമില്ല. ഞാൻ പറയും നമ്മളെ ശക്തിപ്പെടുത്തുവാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നമ്മുടെ ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ വേറെ ആരുമില്ല, നമ്മുടെ അമ്മയല്ലാതെ. നിങ്ങൾ കൊന്തചൊല്ലി പ്രാർത്ഥിച്ച് നോക്ക്, വലിയ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ശക്തിപ്പെടുത്തി ഞങ്ങളൊക്കെ നിർത്തിയത് ഞാൻ പറയും ഈ ജപമാലയാണെന്ന് ഞാൻ പറയും. എൻ്റെ ഭാര്യയെ ശക്തിപ്പെടുത്തി, ഞങ്ങളുടെ കുടുംബത്തെ ശക്തിപ്പെടുത്തി നിർത്തിയത്. എൻ്റെ മകൻ്റെ വേർപാടിൽ എനിക്ക് 3 മക്കളായി, മൂത്ത 2 പെൺമക്കളാണ്. ഈ മകൻ ഒത്തിരിയേറെ ഓമനിച്ച് വളർത്തിയത് അവനെ, ഒത്തിരി സ്നേഹം കൊടുത്ത് വളർത്തിയതാണ്. ഒത്തിരിയേറെ ഭക്തിയുള്ളവനായിരുന്നു അവൻ. അവൻ പറയുന്ന അവൻ 5 കൊന്തയില്ലെന്ന് നോക്കി, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും അവൻ അന്തോണിസ് പുള്ളിയാളിൻ്റെ ഭക്തനായിരുന്നു. നൊവേനയുടെ പുസ്തകം എപ്പോഴും അവൻ പോക്കറ്റിലിട്ടിരിക്കും. അവൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ പോക്കറ്റിൽ ഈ നൊവേനയുണ്ട്, അന്തോണിസ് പുണ്യാളിൻ്റെ. രാവിലെ വൈകുന്നേരവും
അവൻ അന്തോണിസ് പുണ്യാളിൻ്റെ നൊവേന ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങുക. മഴയൊക്കെ വരുമ്പോൾ ഞാൻ പറയും നീ കളിക്കാൻ പോകാൻ നിനക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ കൈവിരിച്ച് പിടിച്ചിട്ട് പ്രാർത്ഥിക്കും. ഈ മഴ മാറ്റിയിട്ട് ഞാൻ കളിക്കാൻ പോകുന്നു എന്നോട് പറയും. ഞാൻ കണ്ടിട്ടുണ്ടാവും. ഈ മകൻ്റെ വിശ്വാസത്തോട് എനിക്ക് ഒത്തിരിയേറെ വിശ്വാസം എനിക്ക് ദൈവം തന്നു. എത്രയോ അനുഗ്രഹം തന്നിട്ടുണ്ട് ദൈവം. ആ മകൻ്റെ വേർപാടിൽ ദുഃഖിക്കാതെ നിരാശയായി കഴിയുക പ്രത്യാശയായിട്ട് ദൈവം ഞങ്ങളെ നിർത്തിയത് ഇതുപോലെ മക്കളെ വേർപെട്ടു പോയവരെ ആശ്വസിപ്പിക്കാനാണെന്ന് ഞാൻ പറയും. ദൈവത്തിന് ഒത്തിരി പദ്ധതി ഉണ്ടായിരുന്നു. എൻ്റെ മകൻ്റെ ഈ മരണത്തിന് ശേഷം എൻ്റെ ഭാര്യ 4-ാം തീയതി മരിച്ചിട്ട് എൻ്റെ ഭാര്യ 15-ാം തീയതി പോയി സ്കൂളിൽ ജോയിൻ ചെയ്തു. ആ സ്കൂളിലെ ടീച്ചർമാർക്ക് ഒരു അത്ഭുതമായിരുന്നു. വെറും 11 ദിവസം കഴിഞ്ഞപ്പോൾ ജോലി പ്രവേശിക്കുന്ന അമ്മ. അവരൊക്കെ 16 അടിയന്തരം കഴിഞ്ഞിട്ടാണ് അവരൊക്കെ 5 വരെയുള്ളൊക്കെ സ്കൂളാണ്. ഞാനും എൻ്റെ ഭാര്യ സ്കൂളിൽ പോയിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും പോയി ജോലിയിൽ പ്രവേശിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ആ സമയത്ത് എൻ്റെ ഓഫീസിലൊരു പുതിയ പോലീസുകാരൻ വന്ന് ജോയിൻ ചെയ്തു. എൻ്റെ ഓഫീസിൽ തന്നെ വന്നപ്പോൾ അവൻ മദ്യപിച്ചിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു നീ മദ്യപിച്ച് എൻ്റെ ഓഫീസിൽ വരരുത്, ഇത് വന്നാൽ ഞാൻ ആക്ഷൻ എടുക്കും. ഞാൻ പറയും സാറേ ഞാൻ മദ്യപിച്ചിട്ടില്ല, ഇന്ന് മദ്യപിച്ചിട്ടില്ല. ഞാൻ അവനെ പറഞ്ഞയച്ചു. വേറൊരു പോലീസുകാർ എന്നോട് വന്ന് പറഞ്ഞു സാറേ സാറിന് ആ പോലീസുകാരൻ്റെ കാര്യം അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അവൻ്റെ ആ സഹോദരൻ്റെ മകൻ മരിച്ചതാണ്. ഇത്രയേറെ വേദനിച്ച് കഴിയുന്ന മകനാണ് അദ്ദേഹം. ഞാൻ ചോദിച്ചു എത്ര കാലമായി? 14 കൊല്ലമായി പോലും. ഞാൻ ഈ പോലീസുകാരനെ വിളിച്ചു. ഞാൻ ചോദിച്ചു നീ എന്താ അങ്ങനെ ഈ മദ്യപിച്ച് നടക്കുന്നത് മാത്രമല്ല ഇവന് വീട്ടിൽ പൈസ കൊണ്ടുപോയി കൊടുക്കുകയൊന്നുമില്ല. സസ്പെൻഷനായിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്തതാണ് നമ്മുടെ പോലീസ് അക്കാഡമിയിൽ. അപ്പോൾ എൻ്റെ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല പറഞ്ഞ് എൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുക അവനെ. ഞാൻ ചോദിച്ചു നിൻ്റെ മകൻ മരിച്ച എത്ര കൊല്ലമായി? 14 കൊല്ലമായി. ഈ വീട്ടിൽ ഈ അൾമാറയില്ലാത്ത ഒരു കിണറുണ്ടായിരുന്നു. അപ്പോൾ ആ കിണറിൽ വീണ് മരിച്ചു 8 വയസ്സുള്ള. അപ്പം നിനക്ക് വേറെ മക്കളില്ലേ? അവർ 2 മക്കളുണ്ട്. ഞാൻ ചോദിച്ചു ആ മക്കളൊന്നും നീ സ്നേഹിക്കുന്നില്ലേ? ഒരു മകനും ഒരു മകളും അയാൾക്കുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ മകന് മരിച്ചിട്ട് എത്ര കാലമായെന്ന് നിനക്കറിയാവോ? 1 മാസം പോലും ഇന്നും ആയിട്ടില്ല. നീ ഇത്ര കാലം കരഞ്ഞ് നിലവിളിച്ച് നടന്നിട്ട് മരിച്ചുപോയ നിൻ്റെ മകൻ തിരിച്ചു വന്നോ? ഇല്ല. മറ്റേ മകനെ നീ സ്നേഹിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു നീ ആ കുടുംബത്തിന് വേണ്ടി ജീവിക്കേ. ആ സഹോദരൻ പറഞ്ഞു സാറേ ഞാൻ ഇനി മദ്യപിക്കുന്നില്ല. എൻ്റെ സഹോദരൻ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയോ? ഞാൻ 2006 റിട്ടയർ ചെയ്യുക. 2007 ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഡിസംബർ മാസത്തിൽ ഈ സഹോദരൻ എന്നെ വിളിക്കും. അവന് ഹൈന്ദവനാണ്. ശബരിമല ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ എന്നെ വിളിച്ചു. സാറേ ഞാൻ ഇന്ന വ്യക്തിയാണ്, ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഒത്തിരിയേറെ മക്കൾ നഷ്ടപ്പെട്ട് നിരാശരായി കഴിയുന്ന വ്യക്തികൾക്ക് പ്രത്യാശ കൊടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എന്നെ ദൈവം അനുവദിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുക. 2006 ഞാൻ റിട്ടയർ ചെയ്യുക. ജൂണിൽ ഞാൻ റിട്ടയർ ചെയ്ത ശേഷം എന്നെ പല ജോലിക്കും പലവരും വിളിച്ചു. ഞാൻ പറഞ്ഞു ഇത്രയും കാലം ഞാൻ എനിക്ക് വേണ്ടിയിട്ടും സർക്കാരിന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കെ ജോലി ചെയ്തു. ഇനിയുള്ള ശിഷ്ടകാലം ഞാൻ ദൈവത്തിന് വേണ്ടി വേല ചെയ്യും. അതുപോലെ സജീവമായിട്ട് വചന ശുശ്രൂഷയിലും എനിക്ക് പറ്റുന്ന പോലെയുള്ള ഡ്യൂട്ടി ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കുന്ന കാലമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2005 വീണ്ടും എനിക്ക് എൻ്റെ നട്ടലിന് കാര്യമായ പ്രയാസമുണ്ടായിട്ട് ഞാൻ കിടപ്പിലായിപ്പോയി. അന്നൊക്കെ ഞാൻ സഹനത്തെപ്പറ്റി ക്ലാസ്സെടുക്കുന്ന സമയമാണ്. ഞാൻ പറയും സഹനം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. നമ്മളൊക്കെ ഈ കുരിശ് കാണുമ്പോൾ എല്ലാവരുടെ വിചാരമുണ്ട് ഇത് ഭയങ്കര സഹനത്തിൻ്റെ വലിയ അടയാളമാണ് കുരിശ്. ഞാൻ പറയാം ഒരിക്കലും സഹനത്തിൻ്റെ അടയാളമല്ല, അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. മനുഷ്യനെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് കുരിശ്. അതൊരിക്കലും സഹനത്തിൻ്റെ അടയാളമല്ല. നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അടയാളമാണ്. ഈ കുരിശ് കാണുമ്പോൾ വലിയ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. എല്ലാവരും പറയാം അതൊരിക്കലും കുരിശാണെന്ന്. അങ്ങനെയൊക്കെ സഹനത്തെപ്പറ്റി ഒത്തിരി ക്ലാസ്സിലൊക്കെ സമയമാണ്. ഞാൻ പറഞ്ഞു റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 3 തുടങ്ങിയ വാക്യം ഇങ്ങനെയാണ് പറയുക: കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യവും പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയുന്ന അനുഭവമാണ് ഈ സഹനങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നടക്കുന്ന സമയത്താണ് ഞാൻ കടന്നു പോകുന്നത്. അത് ജൂൺ 15-ാം തീയതി. ജൂൺ 15 എന്ന് പറയുന്നത് വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസമാണ്. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ്. ഭാര്യ സ്കൂളിൽ പോയി. വൈകുന്നേരം ഭാര്യ വരുമ്പോൾ ഞാൻ കട്ടിലിൽ കിടക്കുക. എനിക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല.
അസഹ്യമായ വേദന എടുത്തിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ പോലും, കാല് പോലും അനക്കാൻ കഴിയും, 2 കാലും അനക്കാൻ കഴിയുന്നില്ല. ഡോക്ടറെ വിളിച്ചാൽ ഡോക്ടർ വീട്ടിൽ വന്ന് നോക്കി. ഡോക്ടർ കാര്യം മനസ്സിലായി, എൻ്റെ നട്ടലിന് കാര്യമായ ശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു അവിടെ കിടന്നു അനങ്ങരുത്, അങ്ങോട്ട് ചിരിച്ചെടുത്ത് 2 ആൾ ചിരിച്ചു കിടത്തണം, ബെഡ് പാൻ പോലും വെക്കാൻ കഴിയില്ല, ഷീറ്റിട്ട് മാത്രമേ മൂത്ര വിസർജനം നടത്താൻ പറ്റുള്ളൂ, തിരിച്ച് കിടത്തണമെങ്കിൽ 2 ആൾ കൂടി പിടിക്കണം, നട്ടലിന് എന്തെങ്കിലും കാര്യമായിട്ട് ഇളക്കം സംഭവിച്ചാൽ കംപ്ലീറ്റ് തളർന്നു പോകും, അല്ലെങ്കിൽ എൻ്റെ കാലൊന്നും അനക്കാൻ കഴിയുന്നില്ല, അത്രമാത്രം വേദന എടുക്കുന്നുണ്ട്. എൻ്റെ സൗരങ്ങളെ ആ സമയത്തൊക്കെ ദൈവം എന്നെ താങ്ങി നിർത്തിയെന്ന് ഞാൻ പറയും. ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ സഹനങ്ങളെന്നൊക്കെ പറയുമ്പോൾ, സഹനം തരുമ്പോൾ ദൈവം എന്നെ ശിക്ഷിക്കുകയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയും. ഒരിക്കലുമല്ല, ഞാനത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമായിട്ട് കണ്ടു എന്ന് ഞാൻ പറയും. എന്നെ സ്നേഹിച്ച എൻ്റെ ദൈവത്തിൻ്റെ അടയാളം. ആ സഹനങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. ഈ സഹനം ഞാൻ സഹിക്കുകയല്ല ചെയ്യുക, അത് ദൈവത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം എന്നോട് ചോദിച്ചതാ, നീ ഈ വേദന സഹിച്ചപ്പോൾ നിനക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? നിന്നെ ശുശ്രൂഷിക്കാൻ ആളുണ്ട്, ഭാര്യയുണ്ട്, നിനക്ക് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടം പോലെ സഹോദരങ്ങളുണ്ട്, സ്നേഹിതരുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് വരുന്നുണ്ട്, പുരോഹിതർ വരുന്നുണ്ട്. ഈ വേദന അല്ലാതെ നീ വേറെ എന്തെങ്കിലും സഹിച്ചു? സാമ്പത്തികമായി നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. വേദന അല്ലാതെ നീ വേറെ എന്തെങ്കിലും സഹിക്കുന്നുണ്ടോ? ഞാനും ഇതുപോലെ കുരിശിൽ കിടന്ന് സഹിച്ചവനാണ് നിങ്ങൾക്ക് വേണ്ടി. എൻ്റെ സഹോദരങ്ങൾ, അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ വേദനകൾ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ച പോകുമ്പോൾ എനിക്കൊരു അനുഭവമായിരുന്നു. അൽഫോൻസാമയൊക്കെ എങ്ങനെ ഇത് സഹിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു ദൈവം. എൻ്റെ മകളുടെ വിവാഹം ഉറപ്പിച്ച സമയമാണ്, 2ാമത്തെ മകളുടെ. നവംബർ 28-ാം തീയതി വിട്രോത്തൽ, ജനുവരി 4-ാം തീയതിയാണ് ഇവിടെ കല്യാണം. മാത്രമല്ല മൂത്ത മകള് പ്രസവത്തിന് വേണ്ടി വന്നിരിക്കുക. അവൾ സിസേറിനാണെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സാമ്പത്തികമായ കുറേ കാര്യം ക്രമീകരിക്കാനുണ്ട്. ഞാനിത് എങ്ങനെ ക്രമീകരിക്കും? എനിക്ക് എണീറ്റ് നടക്കാൻ പോയിട്ട് അവിടെ കിടക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. വേദന സഹിച്ച് ഇങ്ങനെ കിടക്കുക. ഞാൻ എൻ്റെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനോട് പറഞ്ഞു, എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി കാര്യം ക്രമീകരിക്കാനുണ്ട്, സ്ഥലം വിറ്റാൽ മാത്രമേ എൻ്റെ മകളെ എനിക്ക് കല്യാണം കഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ സഹോദരൻ പറഞ്ഞു, സമ്പന്നതനായ ദൈവമല്ല നിൻ്റെ കൂടെയുള്ളത്, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഫിലിപ്പിയർ 4:19 പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സഹോദരനോട് പറഞ്ഞു. എൻ്റെ ദൈവം എൻ്റെ മഹത്വത്തിന് സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ സഹോദരൻ, എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ ദൈവം എനിക്ക് നൽകി, എന്നെ സൗഖ്യമാക്കിയ വചനമാണെന്ന് ഞാൻ പറയും. യേശയ്യാ 40:31. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വീണ്ടും ശക്തി പ്രാപിക്കും, കഴുകന്മാരെ പോലെ അവൻ ചിറകടിച്ചുയരും, അവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യേശയ്യാ 53:5. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അത് ഞാൻ എൻ്റേതായിട്ട് പ്രാർത്ഥിക്കും. എൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ എനിക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചു. എന്നെ സൗഖ്യമാക്കിയ വചനമാണെന്ന് ഞാൻ പറയും. മരുന്ന് കഴിക്കുന്ന പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. അവിടെ കിടന്ന സമയത്ത് ഒരിക്കൽ പോലും എന്നെ നിരാശനാക്കി ദൈവം എന്നെ വിട്ടിട്ടില്ല. ആ ബസ്സേക്കുളങ്ങര 38 കൊല്ലമാകാൻ കിടന്ന ആ സഹോദരനെ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നത്. ആ കുളക്കരയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആ സഹോദരൻ അവിടെ കിടക്കുമ്പോൾ ആ സഹോദരന് വിചാരമുണ്ട്, ആരെങ്കിലും വന്ന് എന്നെ കുളത്തിൽ എടുത്തിട്ടാൽ എനിക്ക് സൗഖ്യം, കുളം ഇളകുന്ന സമയത്ത്, വെള്ളം ഇളകുന്ന സമയത്ത് ആരെങ്കിലും എന്നെ പിടിച്ചിട്ട് ആ വെള്ളത്തിലിട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന്. പക്ഷേ ആ കുളത്തിൽ വെള്ളം ഇളകുന്ന സമയത്ത് സൗഖ്യം പ്രാപിച്ചാൽ വന്ന് ആരെങ്കിലും ഈ സഹോദരനെ പിടിച്ച് വെള്ളത്തിലിടുമോ, തളർന്ന് കിടക്കുന്ന വ്യക്തിയെ? പക്ഷേ ആ വ്യക്തി ഒരിക്കലും നിരാശനായില്ല, പ്രത്യാശ. 1-2 കൊല്ലമല്ല, 38 കൊല്ലം ആ കുളക്കരയിൽ ആ സഹോദരൻ ഇരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരുന്ന ആ സഹോദരൻ എന്താ ദൈവം ചെയ്യുന്നത്? ദൈവം നേരിട്ട് ആ സഹോദരൻ്റെ അടുത്തേക്ക് വന്ന് സൗഖ്യം കൊടുത്തു. ദൈവം നേരിട്ട് എൻ്റെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയും, എൻ്റെ ദൈവം എന്നെ നേരിട്ട് വന്ന് സൗഖ്യം തന്നു എന്ന് ഞാൻ പറയും. ഈ നിലയിൽ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വലിയ കരസ്പർശമാണെന്ന് ഞാൻ പറയും. സൗഖ്യം തന്നെ ഏൽപ്പിച്ചു വിട്ടതാണ്. എൻ്റെ കക്ഷത എൻ്റെ കൂടത്ത് നിൽക്കുന്ന ദൈവം, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം. എൻ്റെ മക്കളെ എനിക്ക് വേണ്ടി പറഞ്ഞ ഭാര്യയൊക്കെ എനിക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച നിമിഷങ്ങളായിരുന്നു. ഞാൻ എണീറ്റ് നടക്കുമെന്ന് ആരും വിചാരിച്ചില്ല. എൻ്റെ എക്സ്റേ എടുത്തപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് എന്നെ MRI എടുക്കാൻ കൊണ്ടുപോയി ഡോക്ടർ. കൊണ്ടുപോയ സമയത്ത് എന്തെങ്കിലും ഷേക്ക് തട്ടിയിട്ട് നട്ടലിന് കാര്യമായിട്ട് ക്ഷതം പറ്റുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്നെ കൊണ്ടുപോയില്ല. 3 മാസം കഴിഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. 3 മാസം കഴിഞ്ഞിട്ട് MRI എടുക്കുമ്പോൾ എൻ്റെ നട്ടലിനുള്ള ഇത് കണ്ടിട്ട് അദ്ദേഹം വിചാരിച്ചു ആകെ പ്രശ്നമാണ്, ഒന്നുകിൽ ക്യാൻസർ ആയിരിക്കും അല്ലെങ്കിൽ TB ആയിരിക്കുന്നത്. എൻ്റെ L4, L5 ഡിസ്ക് പ്രൊലാപ്സ്, L5 വെർട്ടിബ്ര ഡീജനറേറ്റ് ചെയ്തിട്ട് ഫ്രാക്ചർ ആയിപ്പോയി, 3-1 ഉള്ളൂ. അതുപോലെ തന്നെ C3 to C7
ഡിസ്ക് പ്രൊലാപ്സ്, നട്ടലിന് ടോട്ടൽ ഡീജനറേഷൻ, പിന്നെ നട്ടലിന് എൻപ്ലേസിനൊക്കെ തകരാറുണ്ട്. ഇത് കണ്ടപ്പോൾ ഡോക്ടർ വിചാരിച്ചു ഇവൻ ക്യാൻസറാണ് അല്ലെങ്കിൽ TB ആണ്. ഡോക്ടർ പറഞ്ഞു വെറുതെ കുറേ ടെസ്റ്റൊക്കെ നടത്തണം. എക്സ്റേ എടുത്തു, ബ്ലഡ് ടെസ്റ്റ് എടുത്തു, കുറേ വെറുതെ ടെസ്റ്റുകളൊക്കെ നടത്തി. ഡോക്ടർക്ക് സമാധാനമായത് ക്യാൻസറും TB അല്ല എന്നുള്ള ബോധ്യമായതിനു ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു നീ അവിടെ കിടന്നു, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ജൂൺ 15 കിടന്ന് ഞാൻ ഒക്ടോബറിലാണ് കാല് നിലത്ത് വെക്കുന്നത്, 4 മാസങ്ങൾക്ക് ശേഷം. എൻ്റെ മകളുടെ വിവാഹത്തിനൊക്കെ ബെട്രോത്തിനൊക്കെ എന്നെ 2 പേര് താങ്ങി പിടിച്ചുകൊണ്ടുപോയി നിൽക്കുക ചെയ്ത്. വിവാഹത്തിന് എന്നെ ഞാൻ പള്ളിയിൽ തിരുക്രമണ സമയത്തൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. 2 മാസക്കാലം ഞാൻ വാക്കറിലാണ് നടന്നത്. 1 കൊല്ലത്തോളം ഞാൻ നിന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത്. എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാലൊക്കെ മരവിച്ചു പോകും, എനിക്ക് നടക്കാൻ കഴിയില്ല. അതുപോലെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു പേപ്പർ പോലും കൈ പിടിച്ച് വായിക്കാൻ കഴിയില്ല. എൻ്റെ കൈയൊക്കെ മരവിച്ചിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും പിടിച്ചിട്ടായിരുന്നു നിൽക്കുക. ഒരു ബുക്കൊന്നും എന്നെ കൈ പിടിച്ച് നോക്കാൻ പോലും എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ സഹോദരൻ അങ്ങനെയൊക്കെ ആ സമയങ്ങളിലൊന്നും എന്നെ നിരാശനാകാതെ പ്രത്യാശ ഞാൻ പറഞ്ഞു, അടുത്ത ഭാര്യയോട് ഞാൻ പറഞ്ഞു, ആ കിടക്കുന്ന സമയത്ത് ഞാൻ ഭാര്യയോട് പറഞ്ഞു, അടുത്ത ജൂൺ 15 ഉണ്ടെങ്കിൽ നമ്മൾ ദേവാലയത്തിൽ പോയിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ജൂൺ 15 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ 2 പേരും ഒന്നിച്ച് ദേവാലയത്തിൽ പോകുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള കൃപ ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ സഹോദരൻ, അതൊക്കെ വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുക എൻ്റെ ജീവിതത്തിൽ. നമ്മുടെ വിവാഹ സമയത്ത് പിന്നെ പുരോഹിതൻ്റെ ആശീർവാദമുണ്ട്. ഇങ്ങനെ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അതൊക്കെ അനുഭവത്തിയ ദിവസം. അതൊക്കെ ഈ വിവാഹം എന്ന ഉദാശയിലുള്ള അനുഗ്രഹം വലിയ അനുഗ്രഹമായി ഞാൻ പറയും. ഇപ്പോഴത്തെ ഈ മക്കൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, വിവാഹത്തിന് കുദാശൊന്നും വലിയ കാര്യമൊന്നുമില്ല, എവിടെയെങ്കിലും പോയിട്ട് മാലയിട്ടാൽ മതി, അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്താൽ മതി, അല്ലെങ്കിൽ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പോയിട്ട് ഒന്നിച്ച് ജീവിച്ചാൽ മതി, ലിവിങ് ടുഗദർ, ഇതൊക്കെയുള്ള കാലഘട്ടമായിരുന്നു. പക്ഷേ വിവാഹം എന്ന കുദാശ വഴി ദൈവം തരുന്ന അനുഗ്രഹം വലിയ വിലപ്പെട്ടുള്ളതാണ്, വലിയ അനുഗ്രഹമാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വലിയ അനുഭവമാണെന്ന് ഞാൻ പറയും. ഒന്നിച്ച് കഷ്ടപ്പാടുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയങ്ങളിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ദൈവം തന്ന ജീവിത പങ്കാളിയാണ്. എളുപ്പത്തിലെ പുസ്തകം 2:18 പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അവന് ചേർന്ന ഒരു ഇണയെ നൽകുന്നു. ദൈവം നമുക്ക് ചേർന്ന ഒരു ഇണയെ നൽകുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കുന്നത്, ചേർന്ന ഇണയെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിക്കും. എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ മദ്യപിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മദ്യപിക്കുകയോ പുറവുവലിക്കുകയോ ചെയ്യാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചില്ല എന്നാണ് ഞാൻ പറയുക. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ഭാര്യ ആകെ പ്രാർത്ഥിച്ചൊരു കാര്യം ഉണ്ടായിരുന്നുള്ളതെന്ന് പറഞ്ഞത്, എൻ്റെ ഭർത്താവ് മദ്യപിക്കരുതെന്ന്. എൻ്റെ ദൈവം എന്നെ മദ്യപിക്കാതെ മാറ്റി നിർത്തി. ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടും ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ടായും ദൈവം എന്നെ മാറ്റി നിർത്തി. അത് എൻ്റെ കഴിവൊന്നുമല്ല, അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണെന്ന് ഞാൻ പറയും, അനുഗ്രഹമാണെന്ന് ഞാൻ പറയും. സഹോദരങ്ങളെ, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം. ജോബിനെ ദൈവത്തെ നമുക്ക് കാണാം. യോഹന്നാന് ശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം ഇങ്ങനെ പറയാം, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തെ കീഴടക്കുവിൻ്റെ കൂടെയാണെങ്കിൽ ഈ ലോകത്തിൽ വരുന്ന എല്ലാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം തരുമെന്ന് ജോബിലൂടെ ദൈവം നമ്മളെ കാണിച്ചു തരികയായിരുന്നു. സാത്താന് വേണ്ടി പരീക്ഷിക്കാൻ വിട്ടുകൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജോബിനെ. നമുക്ക് കാണാം, ജോബിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ ജോബ് പറഞ്ഞെന്താ, ദൈവം തന്നു, ദൈവം എടുത്തു. ജോബ് ഒരിക്കലും സമ്പത്തിലേക്ക് നോക്കിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ സമ്പത്ത് നഷ്ടപ്പെടുന്നവർ നിരാശരായിട്ട് പോയാൽ വെറുതെ പോയിട്ട് ആത്മഹത്യ, കുടുംബം അടക്കം. ജോബ് ഒരിക്കലും സമ്പത്തിലേക്ക് നോക്കി, ദൈവത്തിലേക്ക് നോക്കി. ജോബ് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. മക്കൾ നഷ്ടപ്പെട്ടവൻ ജോബ് പറഞ്ഞതാ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരിക്കലും ജോബ് ദൈവത്തെ കുറ്റപ്പെടുത്തിയോ ജോബ് പാപം ചെയ്തില്ല എന്നാ പറയുക. തീർച്ചയായിട്ടും കാണാം, ജോബിൻ്റെ അടി മുതൽ മുടി വരെ നിറഞ്ഞ് ചിഞ്ഞു നാറിയിരിക്കുന്ന ജോബിനെ നോക്കിയിട്ട് ഭാര്യ പറയുക, നിങ്ങൾ ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു, ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കും മനുഷ്യ. ജോബ് പറഞ്ഞു, ഭോഷത്വം പറയുന്നു. ദൈവകരങ്ങളിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ച് നമ്മൾ തിന്മ സ്വീകരിക്കാൻ മടിക്കുന്ന എന്തിനാ? ഈ കാരണത്താലൊന്നും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ലെന്ന് തിരുവചനം പറയുക. എൻ്റെ സഹോദരങ്ങളെ, ജോബ് പറയുന്നുണ്ട് 19-ാം അധ്യായത്തിൽ 26-27 വാക്യങ്ങളിൽ, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും, മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ നയനങ്ങൾ ദർശിക്കും. എൻ്റെ സഹോദരങ്ങളെ, കഷ്ടപ്പാടും ജീവിതത്തിലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ നയനങ്ങൾ ദൈവത്തെ ദർശിക്കണം, ദൈവത്തിലേക്ക് നോക്കണം. നമ്മൾ നിരാശരായിരിക്കുവാൻ അതിന് ദൈവത്തിൻ്റെ കൃപയുണ്ടായിരിക്കണം. നമുക്ക് ദൈവം കൂടെയായിരിക്കണം, ശക്തനായവൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം.
അതിന് ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ജാക്കോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്ന പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. സാറേ, ഒത്തിരി ആൾക്കാർ നിരാശരായിട്ട് വെറുതെ ഇങ്ങനെ നിരാശരായിട്ട് പ്രത്യാശയില്ലാതെ പോയിട്ട് ആത്മഹത്യയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയും, ഈ ജൂദാസ് നഷ്ടപ്പെട്ടു പോയത് നമുക്ക് കാണാം, പത്രോസ് രക്ഷപ്പെട്ടു എന്നാണ് പറയുക. എൻ്റെ മകനുള്ള ഒരു ബോധ്യം ദൈവം എനിക്ക് തന്നത് അതിനകത്ത് എന്തുകൊണ്ട് യൂദാസ് നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് പത്രോസ് രക്ഷപ്പെട്ടു. നമുക്ക് കാണാം, കുരിശിൻ്റെ ചോട്ടിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു തിരിഞ്ഞു നോക്കുന്നൊരു ഭാഗമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 61-ാമത്തെ വാക്യം. കോഴി കൂകിയപ്പോൾ യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കിയെന്നാണ് പറയുക. യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കിയപ്പോൾ പത്രോസ് യേശുവിനെ കണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, പത്രോസ് യേശുവിനെ നോക്കി നിന്നവനായിരുന്നു. യൂദാസ് നമുക്ക് കാണാം, യൂദാസ് പശ്ചാത്തപിച്ചില്ല എന്നൊരിടത്തും പറഞ്ഞില്ല. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുക, അവനെ ഒറ്റക്കൊടുത്ത യൂദാസ് അവനെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ചു. പുരോഹിതന്മാരുടെ പ്രമാണിമാരുടെ അടുത്തെന്ന് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റക്കൊടുത്ത് പാപം ചെയ്തു പോയി. അവർ പറഞ്ഞു, ഞങ്ങൾക്കെന്താ, നീ പോയി നിൻ്റെ കാര്യം നോക്ക്. അവൻ ഈ 30 വെള്ളിക്കാശൊന്നും അവൻ എടുത്തില്ല. അവനെ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങിച്ചേക്കുകയാണ് ചെയ്തത്. അവൻ ഒരിക്കലും യേശുവിലേക്ക് മടങ്ങി വന്നില്ല. യേശുവിലേക്ക് അവൻ മടങ്ങി വന്നിരുന്നെങ്കിൽ ഒരിക്കലും അവൻ നശിച്ചു പോകില്ലായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യം പറയുക, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെളുപ്പിക്കും, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. സഹോദരങ്ങളെ, തിരിച്ചു തന്നാൽ മാത്രം മതിയായിരുന്നു യൂദാസിന്. യേശു അവിടെ സ്വീകരിക്കും യൂദാസിനെ. പക്ഷേ യൂദാസ് തിരിച്ചു പോയി ആത്മഹത്യ പോയി ചത്തു. പക്ഷെ പത്രോസ് യേശുവിലേക്ക് നോക്കി നിന്നതുകൊണ്ട് പത്രോസ് രക്ഷപ്പെട്ടു. നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ പാപം ചെയ്തിട്ട് ഓടി അകലേണ്ടവരല്ല യൂദാസിനെ പോലെ. പത്രോസിനെ പ്രത്യാശയുള്ളവരായിട്ട് ദൈവത്തോട് നോക്കി നിൽക്കേണ്ടവരാണ് നമ്മളൊക്കെ. സഹോദരങ്ങളെ, എൻ്റെ മകൻ മരിച്ചിട്ട് 4-ാം തീയതി അവൻ മരിച്ചിട്ട് ആദ്യ വെള്ളിയാഴ്ച അവൻ മരിക്കുക. ശനിയാഴ്ച പിന്നെ അവൻ്റെ സംസ്കാര ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച അവനെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ സഹോദരങ്ങൾ അവരുടെ സഹോദരങ്ങളുമായിട്ട് ഒരു 10-30 പേര് ഭവനത്തിൽ പ്രാർത്ഥിക്കാനുണ്ട് ഞായറാഴ്ച വൈകുന്നേരം. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ബ്രദർ വചനം തുറന്നപ്പോൾ ദൈവം വചനത്തിൽ കൂടി എൻ്റെ മകൻ എന്തുകൊണ്ട് മരിച്ചു എന്ന് വചനത്തിൽ കൂടി എന്നോട് സംസാരിച്ചു, ഞങ്ങളോട് സംസാരിച്ചു. എൻ്റെ മകൻ മരിച്ചപ്പം പലരും പറഞ്ഞു, ഇത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, മകൻ ഇത്രയും പ്രാർത്ഥിക്കുന്നവർ കണ്ടിട്ടുണ്ട്, ഒത്തിരിയേറെ സ്നേഹം കൊടുത്ത് വളർത്തിയ ദൈവഭക്തിയിൽ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സാധനങ്ങളൊക്കെ വന്നപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് നിന്ന വ്യക്തികൾ, ഇവരുടെ മകൻ എന്തുകൊണ്ട് മരിച്ചു. സഹോദരങ്ങളെ, വചനം തുറന്നപ്പോൾ കിട്ടിയ വചനം ഇങ്ങനെയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 14 വാക്യങ്ങളാണ് സന്ദേശമായിട്ട് നൽകുക. അതിൽ 10 മുതലുള്ള വാക്യം ഇങ്ങനെയാണ് പറയുക, ദൈവത്തെ പ്രീതിപ്പെടുത്തി ഒരുവനുണ്ടായിരുന്നു, അവിടുന്ന് അവനെ സ്നേഹിച്ചു. പാപിലിടയിൽ വസിക്കുമ്പോൾ അവൻ സമൂഹിക്കപ്പെട്ടു. തിന്മ അവൻ്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ, വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സംവഹിക്കപ്പെട്ടു. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. കർത്താവിന് പ്രീതികരനാകിയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. വളരെ കറക്റ്റായിട്ട് ഇതിന് എക്സ്പ്ലനേഷൻ പോലും ആവശ്യമില്ല. വളരെ വ്യക്തമായിട്ട് ദൈവം ഞങ്ങളോട് സംസാരിച്ചു എന്തുകൊണ്ട് മരിച്ചു എന്നവൻ. അത് മാത്രമല്ല, വചനം ദൈവം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ആ പ്രാർത്ഥനാ ഹാളിൽ ഒരു ഫാനുണ്ടായിരുന്നു. അപ്പം പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് സ്വിച്ച് ഓൺ ചെയ്തത്, അത് വർക്ക് ചെയ്തില്ല. അതിൻ്റെ റെഗുലേറ്റർ തകരാറായി കിടക്കുകയായിരുന്നു. 1 മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പം ഈ ഫാൻ വളരെ സ്പീഡിൽ അങ്ങോട്ട് തിരിഞ്ഞു. എല്ലാവരും സ്തബ്ധരായിപ്പോയി. കാരണം ഇത്ര വേഗം ദൈവം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. വചനത്തിൽ കൂടി സംസാരിക്കുക മാത്രമല്ല ദൈവം ചെയ്ത്, വചനം സ്ഥിരീകരിക്കുക കൂടി ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഈ ലോകത്തിലെല്ലാം ഉണ്ടാകും. മക്കളൊക്കെ മരിച്ചു പോകും, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരൊക്കെ മരിച്ചു പോകും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. വചനം നമ്മളോട് എന്താ പറയുക? ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുക, അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടുത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെയാണ്. ഈ മരണവും ഇതൊക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ. അവിടുത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവരാ. ഈ ജീവിച്ചിരിക്കുന്ന നമ്മളും മരിച്ചു അവരും. അവൻ നിത്യവിലേക്ക് പ്രവേശിച്ചവനാണ്. ദൈവം സ്നേഹിക്കുന്നവരെ കുറച്ച് അടുത്തേക്ക് വിളിച്ചതാണ്. പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ ശരീരത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലെയാണെന്ന് ഞാൻ അറിയുന്നു. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ശരീരത്തിലായിരിക്കുമ്പം കുറച്ച് അകലെയാണ് നമ്മൾ ദൈവത്തിൻ്റെ. ഈ ശരീരം വിട്ടു പോകുമ്പോഴാണ് പൗലോസ് ശ്ലീഹ പറയുക, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടമാണെന്ന്. നമുക്ക് മരണം നേട്ടമായിട്ട് മാറണം, അതൊരു നേട്ടമായിട്ട് മാറണം.
യേശുവിൻ്റെ അടുത്തേക്ക്, ദൈവത്തിൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്കാനുള്ള നേട്ടമായിട്ട് മാറണം. മനുഷ്യരോർത്ത് നമ്മൾ നിരാശരായിട്ട് പ്രത്യാശയില്ലാതെ കരയേണ്ടവരാൾ അല്ല നമ്മൾ. അവരൊക്കെ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിച്ചിട്ട് സന്തോഷത്തോടെ ഇരിക്കേണ്ടവരാണ് നമ്മൾ. എൻ്റെ മകൻ മരിച്ചിട്ട് ഒത്തിരിയേറെ നിരാശ കഴിയുന്നവർ ഞാൻ പറഞ്ഞു, പ്രത്യാശയിലേക്ക് കൊണ്ടുവരാൻ ദൈവം അനുഗ്രഹിച്ചു. അത് വലിയ കൃപയായിട്ട് ഞാൻ കാണും. ഞാനും ഭാര്യയും ചെന്നാൽ മതി. എവിടെയെങ്കിലും സ്വന്തം മക്കളൊക്കെ മരിച്ച് വീട്ടിലേക്ക് കടന്നു നിന്നാൽ അവർക്ക് തന്നെ വലിയ സന്തോഷം. ഒന്നും പറയണ്ട, വെറുതെ ചെന്നാൽ മാത്രം മതി. സഹോദരങ്ങളെ, മക്കൾ മരിച്ചപ്പം ദൈവത്തിന് പദ്ധതിയുണ്ട്. മകൻ മരിച്ചിട്ട് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ താങ്ങി നിർത്തിയ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ നിരാശനായി നിർത്താതിരിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഈ ലോകത്ത് ദൈവം പറഞ്ഞതാ, നിങ്ങൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും, എന്തിനും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തെ കീഴടക്കിയതിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴാണ് നമ്മൾ നിരാശരാകാതെ പ്രത്യാശയിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവിതത്തിൽ പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നിരാശരാകാതെ, യൂദാസിനെ പോലെ നിരാശരാകാതെ, പത്രോസിനെ പോലെ പ്രത്യാശനുള്ളവനായി അങ്ങയിലേക്ക് നോക്കി നിൽക്കുവാൻ, അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ മമതകളെ ശക്തിപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ മരണസമയം എന്ന് പറയുമ്പോൾ നമ്മൾ മരണസമയം എന്ന് പറയുന്നു, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയാം, പാപത്തിൻ്റെ വേതനം മരണമാണ്. പാപം ചെയ്യുമ്പോൾ നമ്മൾ മരിക്കുക ചെയ്യുക. ശാരീരിക മരണം മാത്രമല്ല നമ്മുടെ മരണം, ആത്മീയമായ മരണമുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ പാപം ചെയ്യുന്ന ഓരോ നിമിഷവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. ആ നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ, നമ്മളെ ശക്തിപ്പെടുത്തി നിർത്തുവാൻ അമ്മയല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. വെറും നന്മ നിറഞ്ഞ മറിയുമെങ്കിലും നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക. ആരും സംശയമില്ല കാര്യത്തിൽ. പ്രൈസ് ദി ലോർഡ്.